ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ജനകനന്ദിന്യേ വിദ്മഹേ ഭൂമിജാതായേ ധീമഹി തന്നോ സീത പ്രചോദയാത്. ഓം ആഞ്ജനേയായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത്. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തർഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹനുമാനഞ്ജനാസൂനോ വായുപുത്രോ മഹാബല രാമേഷ്ടഫൽഗുണസഹ പിങ്കാക്ഷോ അമിതവിക്രമ ഉദധിക്രമണശ്ചൈവ സീതാശോകവിനാശന ലക്ഷ്മണ പ്രാണഭ്രാതാ ച ദശഗ്രീവസ്യ ദർപ്പഃ. ദ്വാദശൈതാനി നാമാനി കപീന്ദ്രസ്യ മഹാത്മനാ ഭക്ത്യാ മുക്തേശവോ മധ്യോ ഹനുമന്തം കൃപാഞ്ജലി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഭുവാന്തരാ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധര പ്രവരോ തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. രുദ്രവാക്യം കേട്ടു മർക്കടോക്കം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാൽ. അതീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർഗം തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതന്തഹോ. രാമകാര്യത്തെയും സാധിച്ചില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ തന്മയത്തോളം പറയാവതല്ലോ. പണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാൻ അനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്നു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായികേതുമേ. മുമ്പർഗോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലും മാറു ചെന്നമ്പോ ജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൾ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറിയിട്ടതു കേട്ടു. തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോട് ജടായുവാം. പക്ഷിപ്രവരനതിനാൽ വലഞ്ഞോരു രക്ഷോപരൻ നിജ ചന്ദ്രഭാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാന്തരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരാകയെന്നനുഗ്രഹിച്ചാൽ. ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ. അർക്കുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷിയാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൾ.
വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു. ലക്ഷം കവിവരന്മാരോരോരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു. ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ 30 നാളിനകത്തു ചെന്നിടാകിൽ. അപ്പോൾ അവരെ വധിക്കും കവിവരൻ. പാതാളം ഉൾപ്പൂക്കുവാസരം പോയതുമേതുമറിഞ്ഞീല ഞങ്ങൾ. അതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി. ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢമോദമവനോട് ചൊല്ലിനാൽ, ഇഷ്ടനാം ഭ്രാതാവെനിക്ക് ജടായു, ഞാനൊട്ടു നാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായ ഉദകക്രിയക്കെന്നെ എടുത്തു ജലാതിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദകർമാദികൾ. നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാൻ. ആരതാൽ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥമായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൽ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നത്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ട് നേരെ നമുക്ക് കാണാം. ഗൃധ്രനാകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവർ ഭൂമി ധനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുവൈ രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം. യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൂക്കു. വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം ഒന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൽ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങളും പോടുവാനരന്മാരോട് ചൊല്ലിനാൽ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതെന്നതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതിച്ചാത്തരായി വന്നു ദിനകരരശ്മിയാൽ തക്ഷണേ തീയും പിടിച്ചതിനനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാക്കിയിടിനാൽ. പക്ഷം കരഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ. അന്ധനായി 3 ദിവസം കിടന്നീടിനേൻ. പ്രാണശേഷത്താലുളന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിക്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴിയുന്നതങ്ങനെ. ചെന്നേ നിശാകരതാപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം? ഇതാരാലകപ്പെട്ടത്? എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറയുക നീ? എന്നത് കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചതു സന്നമായി വന്നു ചിറകും ദയാനിതേ. ജീവനെ ധരിക്കേണ്ട ഉപായം ഇന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ. എന്നത് കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ആ ദശാവചനാചരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനീ. ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാതകം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോരഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ഡവത്സത. തേന ദേഹത്തിനു തദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനം ആത്മാവിനുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങൾ ബദ്ധനായി സമ്മോഹമാനു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശ കീഴ്പോട്ടും ഭ്രമിച്ചത് താൽപര്യവാൻ പുണ്യപാപാത്മകൻ സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം.
സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴുമതോ ഭുവി പുണ്യമൊടുങ്ങിയാലിന്തു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീകാരസമേതനായി ഭൂമോ പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു ത്രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിയോ നിലയിലായി വരും യോനി രക്തത്തോട് സംയുക്തയായി വന്നു താനെ ജരായു പരിവേഷിതാവുമാം ഏകദിനെ കലന്നു കല്ലമാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചനിരം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാംസാതകാലേന പിന്നെയും മെല്ലവേ പേശി രുധിരപരിപ്ലുതമായി വരുമാശു സസ്യാമങ്കുരോത്പത്തിയും വരും പിന്നെയൊരു 5 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന നാഡികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും പഞ്ചമാംസം കൊണ്ടു 6മാസേ പുനകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുന്നു മതിസ്ഫുടം പിന്നെ മേഠോപസ്ഥസ്നാഭിയും പായുക്കളും 7മേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരഖേശരോമങ്ങൾ 8മേ മാസി ഭവിക്കും പുനരവിപുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ 9ആം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും 5മേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭീസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ സാഭിക്ഷേപമായ ഭൂക്താനരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവര നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവഗ്നിപ്രത്തനായി തൽക്കാരണങ്ങളാൽ പറഞ്ഞു തുടങ്ങിനാൽ 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാത്ത ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു നിത്യം കുടുംബഭരണേകസക്തനായ കൃത്യമന്യോന്യമായി മാർജിച്ചിതന്വകം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ഭാഗ്യസ്ഥലേ കൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവോ ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിനാൽ 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാ സൂതിവാദത്തിൽ ബലത്തിനാ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡാന്വിതം ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമോത്തോളമേതും പുരാസകേ നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേയിരിപ്പിതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരാമാർത്യാത്മനാ വാഴുക നീ സഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കൊമ്പിലുണ്ടാവല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നത്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ കോട് ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബലാൽ ചണ്ഡനായുള്ള ദശാസിനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗത്താൽ കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാനർക്കൊത്തുമൊരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം
എന്നേ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ. മുന്നും നിശാകരനായ മഹാമുനി വന്നത് കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നത്രയും. ഉത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമതമാഹാത്മ്യം ആരാലും ഓത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലകോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കില വർണ്ണം ഇന്നു തന്നെ കിടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങളൊരിക്കലും സാഗരത്തെ കടക്കിയിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലോ ഒരു ജാതിയും. എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതമായ സംവാദി വികായസ. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൻ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാഭിതിനെ കടക്കുന്നുവാറെങ്ങും മറുകര കാണും മാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനന്തവകാശം കവികളെ. ചക്രതനയതനൂജനാമംഗതൻ മർക്കടൻ നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വച്ചിഞ്ഞു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദൻ ഇങ്ങനെ ചൊന്നതു കേട്ടവൻ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൾ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ഭഗം പ്രത്യേകമച്യുതാത്യാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി. ചാടാമിരുപതെനിക്കൊന്നൊരു കവി, 30 ചാടാമെനിക്കെന്നപരനും, 30 40 മറ്റേവനും, 50 60 70 80 ചാടാമെനിക്കൊന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനും. നർണവമോ 100 യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ല ഇക്കടൽ മർക്കട വീരരെ നിർണയം. 3 ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നമായി 3 അടിയായ അളക്കും വിധോ യൗവനകാലെ. പെരമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനേ. വാതകഗ്രസ്തനായേനീ ലവണാബ്ധി കിടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലകളോത്തോളം അത്ഭുതമെത്രയും. യുദ്ധമജാത്മജൻ ചൊന്നതു കേട്ടതിൻ ഉത്തരം വൃത്താരി പ്രൗത്തനം ചൊല്ലിനാൾ. അങ്ങോട്ടു ചാടാമെനിക്കൊന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർത്ഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർത്ഥ്യമുണ്ട് പോവാൻ ഇതിനെന്നെങ്കിലും. ഭൃത്യജനങ്ങളെ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനമുണ്ടാമെന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർത്ഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം. താരേയനവ്യം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൽ. എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ. കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായോരു സാക്ഷാ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ട് വൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ അഞ്ജന പെറ്റുളവായോരു സത്വഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായവനിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നത് മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്കുമെന്നോത്തു ഭക്ഷിപ്പാനെടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവ തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൾ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാത്ത മൂർത്തികൾ ചൊല്ലിനാൻ. നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറുകയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ. തൊൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതി പ്രപഞ്ചത്തിലാർക്കുമാമല്ലടോ. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും ഉദ്ധായ സത്വരം പ്രീതനായി
ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്ന് ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കീശനാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരും അവനിപ്പോഴല്ലായിലോ. ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടെ എത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എത്തിയിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളിലേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നു തിക്കാലമേ. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീഹരേ നമ.